എല്ലാ മാസവും നിങ്ങൾക്ക് ഒരു നിശ്ചിത എമൗണ്ട് ലഭിക്കുന്ന പോസ്റ്റ് ഓഫീസ് പ്രതിമാസ പദ്ധതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുപോലത്തെ ഇൻഫർമേഷൻസ് എല്ലാവരും എത്താൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കുക. എല്ലാ മാസവും ഒരു സ്ഥിര വരുമാനം വേണം എന്ന ആഗ്രഹമുള്ളവർക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒരു സ്കീമാണിത്. ഇത് പോസ്റ്റ് ഓഫീസിലെ ഒരു പ്രധാനപ്പെട്ട നിക്ഷേപ പദ്ധതി കൂടിയാണിത്. ഈ ഒരു പദ്ധതിയുടെ പേരാണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം അഥവാ MIS സ്കീം. ഇത് പ്രതിമാസം നമുക്കൊരു എമൗണ്ട് സമ്പാദിക്കണം എന്നാഗ്രഹമുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സ്കീം കൂടിയാണിത്. ഈ ഒരു സ്കീം പ്രകാരം എല്ലാ മാസവും കൃത്യമായ ഒരു ദിവസം നിങ്ങൾക്കൊരു എമൗണ്ട് ലഭിക്കുന്നതാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ ആ ഒരു ഡിപ്പോസിറ്റ് തുകയ്ക്ക് പൂർണ്ണമായ ഒരു ഗ്യാരണ്ടിയും കേന്ദ്ര സർക്കാർ നൽകുന്നതായിരിക്കും. ഈ ഒരു MIS സ്കീം പ്രകാരം നിങ്ങളിപ്പോൾ ഒരു നിശ്ചിതമായ തുക ഒറ്റ തവണയായിട്ട് നിങ്ങളിപ്പോൾ ഈ ഒരു സ്കീമിൽ ഡിപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വർഷത്തെ പലിശ എടുത്തിട്ട് അതിന് 12 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് ഓരോ മാസവും നിങ്ങൾക്ക് അതിൻ്റെ ഒരു വിഹിതം നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തിച്ചേരുന്നതായിരിക്കും. ഇത് തന്നെ പോസ്റ്റ് ഓഫീസ് ഈ ഒരു നിക്ഷേപ പദ്ധതികളിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള ഒരു പദ്ധതി കൂടിയാണിത്. ഇതിപ്പോൾ കുട്ടികൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്കോ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു സ്കീം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുമാത്രമല്ല, നമ്മുടെ കയ്യിലുള്ള ഒരു തുകയ്ക്ക് നല്ലൊരു വരുമാന മാർഗ്ഗം, നമുക്ക് എല്ലാ മാസവും ഒരു വരുമാന മാർഗ്ഗമായിട്ട് നമുക്ക് ഈ ഒരു സ്കീം യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്കീം പ്രകാരം നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് 5 വർഷത്തേക്കായിരിക്കും. ഈ ഒരു 5 വർഷവും നമുക്ക് ഓരോ മാസവും അതിൻ്റേതായിട്ടുള്ള പലിശ നമ്മുടെ അക്കൗണ്ടിലോട്ട് എത്തുന്നതായിരിക്കും. ഈ ഒരു 5 വർഷം ആകുമ്പോഴത്തേക്കും നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പൂർണ്ണ എമൗണ്ടും, അതായത് നമ്മൾ എത്ര രൂപയാണോ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് അത് മുഴുവനായിട്ടും തിരിച്ച് നമ്മുടെ അക്കൗണ്ടിലോട്ടും എത്തുന്നതായിരിക്കും. കേന്ദ്ര സർക്കാരാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫുൾ ഗ്യാരണ്ടി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ഈ ഒരു ഡിപ്പോസിറ്റ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്കീമിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. 5 വർഷം ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്ത ആ ഒരു എമൗണ്ട് തിരിച്ച് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും 5 വർഷത്തേക്ക് ഇത് വീണ്ടും നിങ്ങൾക്ക് ഡിപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഡിപ്പോസിറ്റ് ചെയ്യാവുന്ന ആ ഒരു എമൗണ്ട് എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞൊരു എമൗണ്ട് 1000 രൂപ തൊട്ട് നിങ്ങൾക്ക് 9 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഈ ഒരു ഡിപ്പോസിറ്റിലോട്ട് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ഒരാൾക്കിപ്പോൾ ഈ ഒരു സ്കീമിൽ ഇടാവുന്ന ഒരു മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് 9 ലക്ഷം രൂപ ആണെങ്കിൽ കൂടിയും നിങ്ങൾക്കിപ്പോൾ ജോയിൻ്റ് ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് 15 ലക്ഷം രൂപ വരെ ഈ ഒരു സ്കീമിലോട്ട് നിങ്ങൾക്ക് ഡിപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു പ്രധാന കാര്യം എന്തെന്ന് വെച്ചാൽ, ഒരാൾക്ക് ഒരു പോസ്റ്റ് ഓഫീസിലെ പോലെ തന്നെ നിങ്ങൾക്ക് ഒന്നിലധികം പോസ്റ്റ് ഓഫീസുകളിലും ഈ ഒരു മന്ത്ലി ഇൻകം സ്കീമിലോട്ട് നിങ്ങൾക്ക് ചേരാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പോസ്റ്റ് ഓഫീസ് തന്നെ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ മന്ത്ലി ഇൻകം സ്കീമിൽ നിങ്ങൾക്ക് ചേരാവുന്നതാണ്. എന്നാൽ നിങ്ങൾക്കിപ്പോൾ എല്ലാ സ്കീമിലോട് കൂടിയിട്ട് നിങ്ങൾക്ക് മാക്സിമം അതിലോട്ട് നിക്ഷേപിക്കാൻ കഴിയുന്ന തുക 9 ലക്ഷം മാത്രമായിരിക്കും. ജോയിൻ്റായിട്ട് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ മാത്രം നിങ്ങൾക്കത് 15 ലക്ഷം വരെ നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ കഴിയുന്നതാണ്. അതായത് ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾക്കിപ്പോൾ ഒരു 5 ലക്ഷം രൂപയുടെ ഒരു MIS സ്കീം നിങ്ങളിപ്പോൾ ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ഏത് പോസ്റ്റ് ഓഫീസിലും അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റ് ഓഫീസിൽ തന്നെ നിങ്ങൾക്ക് പിന്നീട് 4 ലക്ഷം രൂപയുടെ ആ ഒരു സ്കീമിൽ മാത്രമേ ചേരാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. നിങ്ങളിപ്പോൾ എത്ര പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾ എത്ര MIS സ്കീം ഉണ്ടെങ്കിൽ കൂടിയും നിങ്ങൾക്ക് മാക്സിമം അതിലോട്ട് ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നത് 9 ലക്ഷം രൂപ മാത്രമായിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു 2025 സെപ്റ്റംബർ മാസം മുതൽ നിങ്ങൾക്ക് ഈ ഒരു സ്കീമിൽ ലഭിക്കാൻ പോകുന്ന പലിശ 7.4% മാത്രമാണ്. ഈ ഒരു പലിശ പ്രകാരം നിങ്ങളിപ്പോൾ ഈ ഒരു സ്കീമിലോട്ട് ഇപ്പോൾ 1 ലക്ഷം രൂപ നിങ്ങൾ നിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പലിശയായിട്ട് മാസം 616 രൂപ 17 പൈസ നിങ്ങൾക്ക് ഓരോ മാസവും ലഭിക്കുന്നതായിരിക്കും. ഇനി ഇത് പ്രകാരം നിങ്ങളിപ്പോൾ 9 ലക്ഷം രൂപയാണ് ഈ ഒരു സ്കീമിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതിമാസം 5550 രൂപയായിരിക്കും നിങ്ങൾക്ക് പലിശയായിട്ട് ലഭിക്കുക. 7.4% നിങ്ങൾക്കിതിൽ പലിശയായിട്ട് കിട്ടുന്നത്. ഇനി നിങ്ങളിപ്പോൾ ജോയിൻ്റായിട്ട് 15 ലക്ഷം രൂപയാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 9250 രൂപ നിങ്ങൾക്ക് പ്രതിമാസം പലിശയായിട്ട് ലഭിക്കുന്നതാണ്. ഇത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ലഭിക്കുന്നതല്ല, നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു ബാങ്ക് അക്കൗണ്ടിലായിരിക്കും ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. 5 വർഷമാണ് ഇതിൻ്റെ ആ ഒരു മാക്സിമം പദ്ധതിയുടെ ആ ഒരു കാലാവധി. അതിനുള്ളിൽ നിങ്ങൾ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യുകയും അത് നിങ്ങളുടെ നോമിനിക്ക് ആ ഒരു എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് തിരിച്ച് കിട്ടുന്നതും ആയിരിക്കും.
അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഇൻകം ടാക്സ് അടയ്ക്കാത്തവരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഇൻകം ടാക്സ് അടയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും ലഭിക്കുന്ന ആ ഒരു പലിശയുടെ രീതിക്കും നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുള്ളതാണ്. ഈ ഒരു പദ്ധതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആധാർ കാർഡിൻ്റെ കോപ്പി, പാൻ കാർഡിൻ്റെ കോപ്പി, അതുപോലെ തന്നെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നിങ്ങൾക്ക് കൊടുക്കേണ്ടതാണ്. പിന്നെ ഇതിൻ്റെ കാലാവധി 5 വർഷമാണെങ്കിലും നിങ്ങൾക്ക് 1 വർഷത്തിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്കിത് ക്ലോസ് ചെയ്യാവുന്നതാണ്. 1 ഇയറിന് മുന്നായിട്ട് പറ്റില്ല, 1 ഇയറിന് ശേഷം നിങ്ങൾക്ക് ഇത് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ഈ ഒരു 5 വർഷമാണല്ലോ മാക്സിമം കാലാവധി, നിങ്ങൾ 3 വർഷം ആകുമ്പോഴത്തേക്കും നിങ്ങളിത് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെപ്പോസിറ്റ് തുകയിൽ നിന്നും 2%, എന്നാൽ 3 വർഷത്തിന് ശേഷമാണ് നിങ്ങളിത് ക്ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഡെപ്പോസിറ്റ് തുകയുടെ 1% അവർ എടുക്കുന്നതായിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് മാക്സിമം 5 വർഷത്തേക്ക് തന്നെ നിങ്ങൾ ഈ ഒരു എമൗണ്ട് ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും ഈ ഒരു വീഡിയോ മറ്റുള്ളവരോട്ടും എത്തത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ഫ്രണ്ട്സായിട്ടും കൂടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു ഇൻഫർമേഷനായിട്ട് കാണാം.